ചേച്ചി ചേച്ചി ഓയ് ചേച്ചി ഞാനാ. പൈസ ഇന്ന് തരേണ്ട ദിവസമാണല്ലോ, പൈസ തന്നില്ല. ഇന്ന് 14-ാം തീയതിയാണ്. 14-ാം തീയതി പൈസ തരാന്ന് പറഞ്ഞേക്കാണല്ലേ. അപ്പൊ ആ പൈസക്ക് വേണ്ടി വന്നാ. ഇന്ന് 14-ാം തീയതി. എനിക്ക് ഓർമ്മയില്ല, എന്റെ അടുത്ത് പൈസ ഇല്ല. ഞാനും ചെയ്യൂപ്പ. അതൊന്നും പറഞ്ഞാ പറ്റൂല. ഇന്ന് 14-ാം തീയതിയാണ്. കാശ് തന്നേ മതിയാവും. കാശ് മേടിച്ചുകൊണ്ടോ ഞാൻ പോവുള്ളൂ. ചേച്ചി കാശ് മര്യാദക്ക് എടുത്തിട്ട്. എന്റെ അടുത്ത് കാശൊന്നുമില്ല. ഞാൻ കാശ് അന്വേഷിച്ചിട്ടുമില്ല, എന്റെ അടുത്ത് കാശ് വെച്ചിട്ടുമില്ല. എന്റെ അടുത്ത് കാശൊന്നുമില്ല. പണിയും വേലയൊന്നുമില്ല. ഒന്നാതെ എവിടെയായിട്ടും പണിയില്ല. ഭയങ്കര ബുദ്ധിമുട്ടുകളാണ് ഇപ്പൊ. സാധനത്തിന് വില ഇത് ഇതിന് മാത്രം എന്നോട് പറയേണ്ട ആവശ്യമില്ല. കാശ് എന്റെ നിന്ന് മേടിച്ചപ്പോൾ ഇതൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ കറക്റ്റ് ആയിട്ട് തന്നേക്കാം എന്നും പറഞ്ഞാ ചേച്ചി വാങ്ങിച്ചത്. ശരിയാണ്. അപ്പൊ കാശ് തരണ്ടേ? കാശ് തരണ്ടേ? എനിക്ക് വെറുതെ കിട്ടുന്ന കാശാണോ? എനിക്ക് കാശ്, ചേച്ചി കാശ് എവിടെന്നാന്ന് വെച്ചാ മേടിച്ചതാ. കാരണം എത്രയോ കിലോമീറ്റർ കഴിഞ്ഞാ ഞാൻ ഈ വരുന്നത് ഇവിടെ. ചേച്ചി അതൊന്നും ചോദിക്കാണ്ട് കറക്റ്റ് ആയിട്ട് പൈസ തന്നേക്കാം, പെട്രോൾ കാശ് തന്നേക്കാം എന്നൊക്കെ പറഞ്ഞാലേ ചേച്ചി കാശ് മേടിച്ചത്. എന്നിട്ട് ഇപ്പൊ ഞാൻ കാശിന് ചോദിച്ചപ്പോ ചേച്ചി എന്തൊക്കെയാ പറഞ്ഞത്? പണി അത് പണി ഉണ്ടാവും പറഞ്ഞാണല്ലോ വാങ്ങിച്ചത്. പണി ഉണ്ടായിരുന്നു, അതുകൊണ്ട് കാശ് മേടിച്ചപ്പോ തരാന്ന് വെച്ച്. പക്ഷെ ഇപ്പൊ പണിയില്ല. ഞാൻ ഈ കാശ് ഞാൻ ഓണറോട് എന്ന് പറയാ, ചേച്ചി കാശ് തന്നില്ല എന്ന് പറഞ്ഞാലും പുള്ളി എന്നെ ചീത്ത പറയുള്ളൂ. കാരണം എന്നെ വിശ്വസിച്ചാണ് ഈ ഓരോ സ്ഥലത്ത് പുള്ളി കാശ് മുടക്കുന്നത്. ഞാൻ അത് മേടിക്കാതെ ചേച്ചിയുടെ കാശില്ല എന്നും പറഞ്ഞാൽ ചെന്ന് കഴിഞ്ഞാൽ അയാൾ സമ്മതിക്കുമോ? ഞാൻ പറഞ്ഞ ശമ്പളക്കാരൻ മാത്രമാണ്. അയാള് സമ്മതിച്ചാൽ അയാളോട് കാര്യം പറ, അവര് തരും. പണിയില്ലാത്ത കാരണമാണ് തരാത്തെന്ന് പറഞ്ഞു. ചേച്ചിയുടെ മക്കളെ ആരെയും വിളിച്ചിട്ട് കാശ് തരാൻ പറയാം. അല്ലാണ്ട് കൂടുതൽ വർത്താനം എന്നെ കൊണ്ട് പറയിപ്പിക്കില്ലേ. എനിക്കാണ് ആരെയെന്ന് വെച്ച് വിളിക്കും. എന്നിട്ട് പറയാം കേട്ടോ. ഹലോ ഹലോ, പലിശക്കാരൻ കാശിന് വേണ്ടി വന്നിട്ടുണ്ട്. ഞാനിപ്പോ എന്തെന്ന് പറയണം? അങ്ങനെ പറഞ്ഞാ മതിയാ? ശരി എന്നാ എന്ത് ചെയ്യും ഞാൻ? അതാണ്. ശരി, ഓക്കെ. എന്റെ അടുത്ത് കാശൊന്നുമില്ല ഇപ്പൊ. അവന്റെ കയ്യിലും ഇല്ലാന്ന് പറയുന്നത്. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? എന്ത് ചെയ്യാനാണ്? കാശില്ലാതെ എന്ത് ചെയ്യും ഞാനും? ഈ കാശില്ലാതെ കാശ് പിന്നെ തരാൻ പറ്റൂല ചേച്ചി. ഇനിയിപ്പോ ഫുള്ളില്ലെങ്കിലും പകുതിനെ തന്നാ മതി. ഒട്ടുമില്ല, പണിയില്ല, വേലയില്ല, പിന്നെ ഞാനെന്ത് ചെയ്യും? ഞാൻ ഈ കാശില്ലാതെ ഓണറുടെ അടുത്ത് എനിക്ക് ചെല്ലാൻ പറ്റുമോ? ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും ഓരോ എല്ലാം കറക്റ്റ് ആയിട്ട് പൈസ തന്നോണ്ടിരിക്കുന്ന. പണി വേണ്ടേ? പണി ഒരു സ്ഥലത്തും പണിയില്ല. ഒന്നാ സാധനത്തിന് എന്ത് വില? എല്ലാം ഗ്യാസ് ഇല്ലാത്ത കാരണം എല്ലാ കട അടയ്ക്കുകയും ചെയ്ത് പണിയുമില്ല. പിന്നെ 3 മാസമായിട്ട് തന്നിട്ടില്ല. 3 മാസമായിട്ട് തന്നിട്ടില്ല. സംഭവം ശരിയാണ്. അതുവരെ തന്നതല്ലേ. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ എന്നെ സ്ട്രിക്റ്റ് ആയിട്ട് 2 മാസം മുടങ്ങിയിട്ടുണ്ട്. അവരുടെ കയ്യിൽ നിന്ന് കാശോ അല്ലെങ്കിൽ ആ വീട്ടിലുള്ള എന്തെങ്കിലും എടുത്തോണ്ട് വരണമെന്ന് പറഞ്ഞാൽ വിലപിടിപ്പുള്ള എന്തെങ്കിലും ഒക്കെ എടുത്തോണ്ട് വരണം. അല്ലെങ്കിൽ ഞാൻ എന്നെ കൊണ്ടുപോകും. ഞാനേ ചേച്ചിയുടെ അല്ലേ ആ റോട്ടിക്കണ ആടുകളൊക്കെ മൊത്തം വന്നിരിക്കുന്ന എത്രയാണെന്നറിയാവോ? അപ്പൊ എല്ലാം കൂടെ 1.5 ലക്ഷം രൂപ വന്നിട്ടുണ്ട്. ഈ 1.5 ലക്ഷം രൂപയില് ചേച്ചി ഇപ്പൊ 1 ലക്ഷം തന്നാ മതി. ഇപ്പൊ 14-ാം തീയതി തരാന്ന് പറഞ്ഞതിന്റെ പേരിലാണ് ഞാൻ വന്നത്. കാശില്ലല്ലോ, പിന്നെ എങ്ങനെ തരൂന്നാ ഞാൻ പറയണത്. അത് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ചേച്ചി. എനിക്ക് പൈസ തന്നെ. മര്യാദക്ക് കാശ് തന്നില്ലെങ്കിൽ ഞാൻ അതിന്റെ എന്താന്ന് വെച്ചാൽ ഞാൻ ചെയ്യും. ഒരു 5 ആടിനെങ്കിലും ഞാൻ എടുത്തോണ്ട് പോകും. അതിനുള്ള ചങ്കുറപ്പ് എനിക്കുണ്ട്. നീ മോനെ വിളിച്ചു വരുത്തിയാലും ആരോ വല്ല ഗുണ്ടകളെ കൊണ്ടുവന്നാലും എനിക്ക് ഒരു പ്രശ്നമില്ല. നീ ആടിനെ കൊണ്ടുപോവാടാ, അതിനുള്ള ധൈര്യം നിനക്കുണ്ടാ? എനിക്കുണ്ട്. ഉണ്ട്. ഞാൻ കുബേര പോലീസിന് കംപ്ലൈന്റ് കൊടുക്കും. എന്റെ പൊന്നു ചേച്ചി കുബേരയുടെ പേരും പറഞ്ഞോ വേറെ എന്ത് പേര് പറഞ്ഞാലും എനിക്ക് പേടിയൊന്നുമില്ല. നിനക്ക് എന്നെ അറിയില്ല കേട്ടാ. അപ്പൊ ആ പണിക്ക് നിൽക്കണ്ട. മര്യാദക്ക് പൈസ തന്നു കഴിഞ്ഞാൽ
അതങ്ങനെ നല്ല രീതിയിൽ പോകും. ഞാൻ നീയേ എന്നെ പീഡിപ്പിക്കാൻ വന്ന് വീട്ടിൽ ആരും ഇല്ലാത്ത നേരത്തൊന്നും പറഞ്ഞ് ഞാൻ കംപ്ലൈന്റ് കൊടുക്കും. അപ്പൊ എങ്ങനെ മേടിക്കും പറയണത്? അപ്പൊ ഇരട്ടി കാശ് എനിക്ക് വരേണ്ടി വരും. അങ്ങാട് തരൂല, ഇങ്ങാട് മേടിക്കും ഞാൻ എന്തിനും ഒഴിവാ. കാരണം ഞാൻ ആ ഓണറെ വിളിച്ച് ഞാൻ പറയട്ടെ, ഇല്ലെങ്കിൽ എനിക്ക് ഇതിന്റെ പുറകെ നടക്കാൻ നിങ്ങൾ അവര് തമ്മിൽ കാശുമായിട്ട് എന്തായാലും സംസാരിച്ചു. ഞാൻ ഓണറെ വിളിക്കട്ടെ എന്നിട്ട് ഞാൻ പറയാം. ആ സാറേ, ഇത് ഒരു നടക്ക് പോണ കേസല്ല. ഞാൻ ഇവിടെ വന്ന് പൈസ ചോദിച്ചു, 3 മാസം തരാനുണ്ട്. ആ പൈസ എനിക്ക് ഒരു സ്ത്രീ മാത്രമേ ഉള്ളൂ. ഞാൻ ചെന്നിട്ട് അവിടെ പൈസ ചോദിച്ചു കഴിഞ്ഞപ്പോ അവരുടെ നിവൃത്തിയില്ല, കാശ് തരാൻ നിവൃത്തിയില്ല. അപ്പൊ ഞാൻ ചോദിച്ചു, കാശ് എന്റെ അല്ലെങ്കിൽ ഇപ്പൊ അവരെ പീഡിപ്പിച്ചെന്നും പറഞ്ഞ് ഇപ്പൊ പരാതി കൊടുക്കാൻ പോവാ. ഞാൻ എന്തിനാ സാറേ ഈ പീഡിപ്പിച്ച്? നിങ്ങൾ തന്നെ ശമ്പളത്തിന് നിൽക്കണ ഞാനാ. ഇവരെ കൊണ്ട് പരാതി കൊടുത്തു കഴിഞ്ഞാലേ ഞാൻ തോന്നും എനിക്ക് കുഞ്ഞുങ്ങളും ഭാര്യയൊക്കെ ഉള്ളതാ. ഞാൻ പോയി ഇപ്പോഴും എനിക്ക് വേണ്ടേ പലിശ കേസിന് ഞാൻ ആദ്യം പോലും ഇല്ലാത്തതാണ്. പക്ഷെ ഞാൻ പോവാ എന്റെ സാറേ, എനിക്ക് പറ്റില്ല. അയ്യോ സാറേ എന്താന്ന് വെച്ചിട്ട് ഞാൻ പോവാ. ആ എന്നാ പറഞ്ഞടാ നിന്റെ മുതലാളി? പൈസ വേണ്ടടാ നിനക്ക്? എന്റെ പൊന്നേച്ചി, എനിക്ക് പൈസ വേണ്ടൊന്നും വേണ്ട. എനിക്ക് ഈ പ്രായത്തിൽ പോയി ഗോതമ്പ് തിന്നാന്ന് എനിക്ക് വയ്യ. ഞാൻ പോവാ. നിങ്ങള് ഓണറായിട്ടോ പൈസ മേടിച്ച ആളോട് എന്താ സംസാരിച്ചു? ഞാൻ പോവാ. എന്നോടാണ് അവന്റെ കളി. ഞാൻ എത്ര പേരെ കണ്ടേക്കണം കാശ് മേടിക്കാൻ വന്നേക്കണം. വേറെ ജോലിയൊന്നുമില്ല അവന്.